അതെ, ഒന്നാള് നിക്കോ. ദേവനോട് നിനക്കെന്താ? നിന്നോടാ ചോദിച്ചേ, കേട്ടില്ലേ? ദേവനോട് നിനക്ക് എന്താന്ന്? ചേട്ടാ എടക്കൂ. നീ അവിടെ എന്തെടുക്കുവാ? അപ്പോ ഇത് പറ്റിയ സമയം. 1 2 3 ഓടിക്കാം. ഇവളത് ചെറ്റിവിട്ട പോലെ തോർക്കണം. ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഇവൾക്ക് ഇതന്നെ പണി. എന്തേ? എപ്പ ദേവനെ കണ്ടാലോ പൊടിക്കളയോള്. അതൊക്കെ വിട്. നീ എന്താ അവളോട് സംസാരിച്ചേ? എന്താ നല്ല ക്രഷ് പിടിച്ചോ? ഒന്ന് പോയടാ ചെക്ക. അങ്ങനൊന്നുമില്ല. എങ്ങനെയൊന്നുമില്ലാന്ന്. ഒന്നുമില്ല, ക്ലാസ്സിൽ കിടവാത്തേ ടൈമായി. ഇവൻ എന്തോന്നടാ ഇങ്ങനെ. എനിക്ക് തന്നെ ലജ്ജയാവുന്നു. എന്തിനാണാവോ ഈ ബുജ്ജി എന്റെ ഫ്രണ്ടാന്ന് പറയണേ? നിനക്കായിരിക്കില്ല, അവനായിരിക്കും ലജ്ജയാവും മോളെ. ഈ സാധനം നിനക്കില്ലല്ലോ എന്തായാലും. വേണ്ട മോനെ, വേണ്ട. അത് വേണ്ട, വേണ്ടാത്തോണ്ടാ. എന്നാലും അവനെങ്ങനെയാടാ നിന്റെ അടുത്ത് വന്ന് പെട്ട്? നീ എങ്ങനെയാടാ എന്റെ അടുത്ത് വന്ന് പെട്ടെ? അതന്നെ ഉള്ളൂ. ബാ നമുക്ക് പോവാം. നിങ്ങൾ ചെല്ല്, ഞാൻ പറഞ്ഞിട്ട് വരാം. എന്താ വേണ്ട? എനിക്കറിയില്ല മുത്തി, എനിക്കെന്താ വേണ്ടതെന്ന്. നല്ല തല്ലിന്റെ കുറവുണ്ട്, അത് മതിയോ നിനക്ക്? ഞാൻ നിന്റെ കാമുകിയൊന്നുമില്ല, എല്ലാതും ഓർത്ത് വെക്കാം. ഇതൊക്കെ ഓർത്ത് വെക്കാൻ കാമുകി വേണമെന്നില്ല കേട്ടോ. നീ ആയാലും മതി. പോടപ്പം. ഞാൻ അത്രക്കാരും ഞാനങ്ങനെ പറഞ്ഞ നല്ലൊരു ഫ്രണ്ട് മതി എന്നാണ് ഉദ്ദേശിച്ചത്. എനിക്കൊരു മട്ടൻ ബിരിയാണി. എനിക്കൊരു റൈസ് മതി. അവള് വിട്. അവൾക്ക് ബിരിയാണി അല്ലേ ഇഷ്ടം? പറഞ്ഞാ പോരാ അവൾക്ക്. എന്റെ പെണ്ണിന്റെ കാര്യം അവനറിയാം, എന്റെ കാര്യം അവനറിയില്ല. നിങ്ങളുടെ കുടുംബ പ്രശ്നം കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് എത്തിയിട്ട് ഞാൻ പോയിട്ട് സീറ്റ് പിടിക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ, പോടാ. നീ ചെല, ഞാൻ പറഞ്ഞിട്ടേ വന്നേക്കാം. ഓക്കെ ബേബി, ബൈ. പ്ലീസ് മോം, പ്ലീസ് മോം. എവിടെയോ എന്തോ ഒരു തകരാറുള്ള പോലെ. കണ്ടിട്ട് ബ്രേക്ക് ഇല്ലാത്ത വണ്ടി എന്റെ നെഞ്ചത്തോട്ടാണോ വരുന്നേന്നൊരു ചെറിയൊരു സംശയം. സംശയായിരിക്കുമല്ലേ? അല്ല ദേവാ, സംശയമല്ല. അത് നിന്റെ നെഞ്ചത്തോട്ട് തന്നെയാണ് വരുന്നത്. നീ അമ്മയുടെ മാർക്കും. സോറി ചേട്ടാ, സോറി. അറിയാതെ സോറി. കുഴപ്പമില്ല, ഓക്കെ. അവള് പോയി. നീ ആരോടാ പറയണേ? പോയോ? പോയി. വാ, നമുക്കും പോവാം. എടാ ചെക്ക, നിനക്ക് ആ ടേബിളിൽ പോയിട്ടിരുന്ന് കഴിച്ചൂടെ ഫുഡ്? ഈ കിച്ചണിൽ തന്നെ ഇരുന്ന് കഴിക്കണവനെ, എന്നാലേ ഇറങ്ങുള്ളൂ. ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന ഫീല് അത് വേറെ തന്നെയാണമ്മ. പിന്നെ ഭയങ്കര ഫീലാണ് ഈ ചൂടത്ത് വേർത്തിരുന്ന് കഴിക്കണതോന്ന്. പോയിടാ ചേർക്കാം. അമ്മ ആലോചിക്ക്, ഈ ദോശ അമ്മ ചുട്ട് അതെടുത്ത് അവിടെ കൊണ്ട് തരുമ്പോഴേക്കും അതിന്റെ ചൂട് പോയിട്ടുണ്ടാവും. അതിനേരം നല്ലത് ഇവിടെ ഇരുന്ന് ഈ ചൂട് ദോശ ചൂടോടെ കഴിക്കണില്ലേ? അതുപോലെ ചൂടോടെ പറയാമെന്ന കാര്യവും എന്റെ ചെക്കൻ പറ. എന്ത് കാര്യം? ഒന്നുമില്ലല്ലോ. നീ കിടന്ന് ഉരുണ്ട് കളിക്കണ്ട. എന്റെ വയറ്റിൽ തന്നെയല്ലേ നീയും ഉണ്ടായേ, അതുകൊണ്ട് പറ. ഒന്നല്ലമ്മ, കാര്യമായിട്ടും. നീയായിട്ട് പറയില്ല അല്ലേ? ഓക്കെ, ഞാൻ പറയിക്കാം. എന്നാ ഏതാടാ പെണ്ണ്? അതല്ലേ? നിനക്കപ്പോ അനുവിനെയാണ് ഇഷ്ടം? പട്ടി, അപ്പൊ ഇത്രയും നാൾ നീ ഇത്രയും ഞാൻ വിചാരിച്ചില്ല ദേവ. അതെ, ഞാൻ ഒട്ടും അത് നിന്റെ അടുത്ത് നിന്ന് എക്സ്പെക്ട് ആക്കിയിട്ടേ ഇല്ല ദേവ.
ഇത്രയും നാളെ പെങ്ങളെന്ന് പറഞ്ഞ് നടന്നിട്ട് ഇപ്പൊ നീ ശ്ശേ. പെങ്ങളെന്ന് നിന്നോടല്ലേ അവൻ പറയുന്നേ, ബാക്കി എല്ലാവരോടും അവൻ പെണ്ണെന്നല്ലേ പറഞ്ഞു നടക്കുന്നത്. വേണമെങ്കിൽ അങ്ങനെ ഇരിക്കും. ഒന്ന് നിർത്തൂ. എനിക്ക് ഇഷ്ടപ്പെടല്ലോ. എന്റെ അമ്മയാണ് സത്യം. പിന്നെ ആരാടാ? അത് കോളേജിലുള്ളയാ. കോളേജിൽ കുറെ പെണ്ണുങ്ങളുണ്ടല്ലോ, എല്ലാരെയും ഇഷ്ടമാണോ? നമുക്ക് പെട്ടെന്ന് കിട്ടിയ നീ തേങ്ങാത്തലച്ചീനെ ഒരു 5 മിനിറ്റ് ആ തിരുവായ ഒന്ന് അടച്ചു വെക്കും. ഇതൊന്ന് ഞാൻ പറഞ്ഞു തീർത്തോട്ടെ, എന്നിട്ട് നീ എന്താന്ന് വെച്ചാ കാണിക്കേ. നീ അത് വിട്, നീ പറ ആരാ? അതമ്മ. അവളെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ ഐ ഫീൽഡ് സംതിങ് ഡിഫറെന്റ് ഫീൽ. കുഞ്ഞിനെ പോലെ ക്യൂട്ടായിട്ടുള്ള കണ്ണുകളും കാണുന്നവര് പിടിച്ചെത്താൻ കഴിയുന്ന ചിരിയും, അവൾ സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും ഇറ്റ് ഫീൽ സോ ലൈറ്റ് ആൻഡ് നൈസ്. എന്തോ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു ഫീലിംഗ് പോലെ തോന്നുന്നു. Maybe I'm slowly falling for her. I think I'm in love with her. എന്തിങ്ങനെ നോക്കണേ? നിന്റെ വായിന്ന് തന്നെയാണോ ഇതൊക്കെ വന്നേന്ന് നോക്കിയതാ. റൈറ്റ്. കൊച്ചിന്റെ പേരെന്താ? ഫോട്ടോ ഉണ്ടോ? ഫോൺ നമ്പർ ഉണ്ടോ? ഞാൻ വിളിക്കട്ടെ. അല്ലേ നീ ഇവിടേക്ക് കൊണ്ടുവന്നാ മതി. വെയിറ്റ് ഞാനതിന് അവളോട് പോലും പറഞ്ഞിട്ടില്ല ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഇങ്ങോട്ടേക്കൊക്കെ കൊണ്ടുവരാം. വണ്ടേ ഞാൻ കൊണ്ടുവരാം. മണ്ടയോ? മണ്ടേ അല്ലേ, വണ്ടേ. ഓക്കെ. ആ കൊച്ചിന്റെ പേരെന്താ? അറിയില്ല. ഡിപ്പാർട്ട്മെന്റ്? അറിയില്ല. സമയമുണ്ടല്ലോ കണ്ടുപിടിക്കാം. നീ കണ്ടുപിടിച്ച് വരുമ്പോഴേക്കും അവളെ വേറെ ആരെയും കൊണ്ടുപോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വല്ലതും പോയി ചെയ്യും. ഇല്ലെങ്കിൽ നേരവും കാലവും നോക്കി നിന്ന് അവളെ വേറെ ആരെയും കൊണ്ടുപോകും. നീ മൂക്കിപ്പല്ലി മാറ്റി നിൽക്കത്തേ ഉള്ളൂ. ഓക്കെ എന്റെ രേണു ബേബി. നീ അമ്മാരോടൊന്നും പോയി പറഞ്ഞേക്കല്ലേ, ഞാൻ പറഞ്ഞോളാം. എങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്താണ്? എന്ത്? നോ എക്സ്ക്യൂസസ് ദേവാ. ശവം. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്ത്, അക്കുനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോയോ? ഇതുവരെ ഞാൻ അവനെ കണ്ടിട്ടില്ലല്ലോ. ആളെ നീ പറ്റുമെങ്കിൽ കൊണ്ടുപോകാനെ നോക്കാം. എടാ എങ്ങോട്ടേക്കാടാ കൊണ്ടുപോണേ? നിങ്ങനെ ക്ലാസ് ഇപ്പൊ തുടങ്ങും. നീ കാരണം ഇപ്പൊ വന്ന് എനിക്ക് വരെ നല്ല പേരായിപ്പോയി. നല്ല പേര് കേട്ടിട്ട് പിടിക്കാത്ത ആദ്യത്തെ ആൾ ഇവനായിരിക്കും തോന്നുന്നു. എടാ ഇങ്ങോട്ടേക്കാടാ നിങ്ങനെ തട്ടിക്കൊണ്ടു പോവാണോ? സത്യം പറ. പിന്നെ ഈ നട്ടപ്പുറ വെയിലത്താണോടാ തട്ടിക്കൊണ്ടോണം? എനിക്ക് ഭ്രാന്താണോ? നിനക്ക് ഭ്രാന്താളെ നീ അതും ചെയ്യും. നീ അല്ലേ അവിടെ മിണ്ടാതിരിക്കണതാണ് നിനക്ക് നല്ലത്. ഇത് ശരിക്കും ഞാൻ നിന്നെ തട്ടിക്കൊണ്ടു. ഇവിടെ ഇങ്ങോട്ടാണെന്നെങ്കിലും ഓക്കെ. ഇതാരുടെ വീടാടാ? എന്റെ. നീ കേറുക. നമുക്ക് നിന്നെ കാണാന്ന് പറഞ്ഞായിരുന്നു. അതാ എനിക്ക് അത് മാത്രം പറഞ്ഞൂടാ. മൊയന്ത നിന്റെ കുഞ്ഞമ്മാന്റെ മാപ്പിള. അത് ശരിക്കും ആരായിട്ട് വരും? കണക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു. യൂട്യൂബ് കണ്ടിന്യൂ. കണക്ഷൻ എങ്ങനെയാണെന്ന് നിനക്ക് അറിയണോ? എന്തിന്? വേണ്ട. അതൊക്കെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ആരുടെ ആരോഗ്യത്തിന്? എന്റെ അല്ലാതെ പിന്നെ ആരുടെ? നിന്റെ ഒക്കെ ഒരു കഴിക്കില്ല ഞാൻ. എടാ നീ കേറി ആക്കൂ. രേണു ബേബ്. ആരുടെ നിന്റെ രേണു ബേബി? ഞാൻ വഴിമാറുകൾ കൊടുങ്ങല്ലൂർക്കാണ് വന്നത്. വീട് മാറിപ്പോയോ? ഇന്നത്തെ ക്ലൈമറ്റ് തീരെ ശരിയില്ല. എടത്തേവ ഞാനൊന്നും അങ്ങോട്ട് നാളെ കാണാം. കോളേജ് വെച്ചേക്കാണ്. അത് ശരിയെന്നാ ബൈ. നിന്റെ കാലെങ്ങാനും പടിക്ക് പുറത്ത് ഞാൻ കണ്ട വെട്ടിയെടുക്കണേ. ഇവിടെ കുടിച്ച കള്ള് വയറ്റി കിടക്കണം, അല്ല റൂമിലല്ല കിടക്കട്ടെ. അപ്പൊ കുടിച്ച റോട്ടിലാ കിടക്കണ്ടേ? വീട്ടിൽ വന്നില്ല. നിന്റെയൊക്കെ കൂത്താടൽ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊക്കെ ക്ലീൻ ആക്കാനായിട്ട് നിന്റെ അപ്പനൊക്കെ ആരെങ്കിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലെങ്കിൽ നീയൊക്കെ വലിയവരെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ? ഞാൻ തന്നെ ക്ലീൻ ആക്കണ്ടേ?
എന്റെ രേണു ബേബി ഒന്ന് കൂളാവ്. രേണു ബേബിക്ക് ഇപ്പൊ താൽക്കാലികമായിട്ടൊരു മരുമകൾ മതിയെങ്കിൽ ആരും എടുത്തു. അത് നീ വെച്ച് വെള്ളം നിന്റെ പട്ടി കൊടുക്കണം. പട്ടി ഇതേ എന്റെ ബാമിന് പറഞ്ഞല്ലോ. നിന്റെ ബാമിനെ പറഞ്ഞ നീ എന്നെ എന്ത് ചെയ്യും? മുക്കി വെച്ചിട്ടെങ്കിൽ ആടി ഞാൻ നിന്ന് മുക്കി വെച്ചിട്ടു. ഇതേ പിള്ളേരെ നിർത്തണോ നിങ്ങക്ക് നല്ലത്, ഇല്ലെങ്കിൽ രണ്ടിനെയും ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും കേട്ടാ. ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ അക്കോ? അമ്മക്ക് എങ്ങനെ മനസ്സിലായത് അക്കുവന്ന്? ഇവനും കൂടിയല്ലേ ഉള്ളൂ നിന്റെ ഒക്കെ കൊടുത്ത് ഇനി പരിചയപ്പെടാനായിട്ട്. വെള്ളം മൊത്തം തലതെറിച്ചങ്ങളാ. ഓ അമ്മ മതിട്ടാ, എന്റെ അക്കുവിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇവനിപ്പോഴത്തെ പഞ്ച് പോകാൻ വേറെ ആരും ഉണ്ടാവില്ലമ്മ. ഈ മുഖത്തോട്ട് നോക്കി ഇത്ര സുൽസുപോയി പാവമായിട്ടുള്ള വേറെ ആരും അമ്മ കണ്ടിട്ടുണ്ടാവില്ല. നോക്കമ്മ. എടാ മതിയടാ, മതിയോ? മതി, ധാരാളം എന്നത്തേക്ക് ആയിട്ടുണ്ട്. എന്നാലും മുനക്കുതി എങ്ങനെയാടാ ഇവന്റെ അടുത്ത് തന്നെ വന്ന് പെട്ടത്? നിനക്ക് വേറെ ആരെയും കിട്ടില്ല കോളേജിൽ പോയിട്ട് മിണ്ടാനായിട്ട്. നിധി അല്ല ഇപ്പൊ എന്ത് പറയാനാ? എന്റെ അക്കു, ഈ 3 പോലത്തെ തലതെറിച്ച സാധനങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇത് 3 കറക്റ്റായിട്ട് എങ്ങനെയാണ് എൻ്റെ കുടുംബത്തിൽ തന്നെ പറഞ്ഞതെന്ന് എനിക്ക് തീരെ അറിയില്ല. ഇതുങ്ങളുടെയൊക്കെ തലമൂത്ത സാധനങ്ങളുണ്ട്, അതൊക്കെ പിന്നെ സഹിക്കാം. ഇതുങ്ങൾ രണ്ടും ദൈവങ്ങളും ഒട്ടും സഹിക്കാൻ പറ്റില്ല. എങ്ങനെയാണാവോ ഇതുങ്ങളെയൊക്കെ ഞാൻ ഇനി വളർത്തിയെടുക്കുക. അമ്മ മതി മതി, പോയി വെള്ളം എടുത്തിട്ട് വന്നേ. ദേ അമ്മ ഭയങ്കര ദാഹിക്കണം. ശരി അനി ഞാനും കൂടി വരാം. പറഞ്ഞോളാം. ഇപ്പഴാ അമ്മക്കൊക്കെ നല്ല മതിപ്പാണല്ലോ. എന്ത് ചെയ്യാനാ, സ്നേഹം കൂടി പോയി. അതാ അക്കു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? എന്താണ്ടൊക്കെ ഫോർമാലിറ്റി ഒക്കെ നീ കാര്യം പറ. എനിക്ക് എന്നെ പ്രപ്പോസ് ആണ്. ദേവ അവളെ നിന്റെ പൊന്നി മിണ്ടിയ കുലിനെ. എടാ അതൊക്കെ ഞാനിങ്ങനെ എന്നെ കൊണ്ടേ പറ്റൂ. പ്ലീസ് ഓക്കെ താങ്ക് യു മുത്തേ. നീ അവിടെ എന്നെ ചുറ്റുവാ. ചുറ്റിരുന്നാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നത്? എടാ ഞാൻ ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ആന്റി ഞാൻ പോണട്ടോ. ഇടക്കൊക്കെ ഇതുപോലെ ഇങ്ങോട്ടേക്കൊക്കെ ഇറങ്ങ. നീ ജോലിയില്ല. ഞാനിതെന്തായാലും അച്ഛനോട് അമ്മനോട് പറയും. ഇനി പറയോ? എങ്കിലും കുടിക്കണ്ടോ? അങ്ങനെയൊന്നും പറഞ്ഞോടാ. ഞാൻ പറയൂല. ബിയർ കണ്ട കമ്മടിച്ചങ്ങൾ വീണോട്ടാ. നിന്നിപ്പോ ബിയർ കാണിച്ചാലും പിടിച്ചു പോയാലും ഞാൻ അറിയില്ലല്ലോ. നീ ഈ ബിയർ ഭ്രാന്തിലേക്കാണോ എനിക്ക് എന്ത് ചെയ്തോ? നന്ദിയുണ്ട്. എന്ത് പറ്റി എന്റെ ഏട്ടന്? പതിവില്ലാത്ത സങ്കടത്തിലാണല്ലോ. ഒന്നുമില്ലാടി. അതല്ല ദേവനോട് നിനക്കെന്താ? പന്നിത് ദൂരെ വിട്ടില്ലേ? എന്ത്? ഒന്നുമില്ലല്ലോ. ഞാൻ അങ്ങോട്ടേക്ക് നീ എവിടെ പോകുക? ഇരിക്കും ഇവിടെ പറഞ്ഞിട്ട് നീ പോയാ മതി. എനിക്കിഷ്ടം. ഇത് നിനക്ക് കുഞ്ഞുങ്ങളെ കളിക്കാനുള്ള കാര്യമല്ല ടാപ്പു. നിനക്കിത് കേട്ടിട്ട് കുഞ്ഞുങ്ങളായിട്ട് തോന്നിയോ? ഇഷ്ടമാണ്. എനിക്ക് കണ്ണൊക്കെ തൊട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടല്ല നിന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. വേണ്ട, നിർത്തിയേക്ക്. അത് ശരിയാവില്ല. അപ്പോ
എന്താണ് എന്റെ ദേവൻകുട്ടൻ നിരാശ കാമുകനെ പോലെ ഇരിക്കുന്നത്? ഒന്നുമില്ലല്ലോ. എടക്കൂ, നീ ഈ ഒരു ആംഗിളിൽ നിന്നും നോക്കിയേ. ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്ക് അപ്പം മനസ്സിലാവും. ശരിയാ, എന്താ പറ്റിയടാ? ഒന്നുമില്ലാടാ, ഇന്ന് നിന്റെ ഡെയിലി വിസിറ്റർ വന്നില്ലേ? ഇല്ല, അത് വേണ വെറുതെ അല്ല, ഈ ഇരിപ്പിന്റെ കാര്യം അവള് തരാത്തതാണ്. മേ ബി ഒരാഴ്ചയില്ലേ. അത് കേട്. എടാ, പ്രപ്പോസലിന്റെ കാര്യം എന്തായി? ഏകദേശം ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്ക് കോളേജിന്റെ ഫ്രണ്ടിൽ തന്നെ നിന്നിട്ട് കാണും. എല്ലാരും കാണും, എല്ലാവരും അറിയണം. ഇവന്മാരൊക്കെ ഇത് ഇങ്ങോട്ടേക്കാ പോണേ. എടാ നിന്നെ എന്താ പ്രശ്നം എന്താ? എടാ, നമ്മുടെ കോളേജിലൊരു ജൂനിയർ കുട്ടിയെ ആ സ്റ്റെവിൻ പ്രപ്പോസ് ചെയ്യാൻ പോണെന്നൊക്കെ കേട്ടത്. സ്റ്റെവിനോ? അവനെപ്പോ സസ്പെൻഷനൊക്കെ ഇപ്പൊ കഴിഞ്ഞ അവന്റെ. മേ ബി വാ, നമുക്കൊന്ന് പോയി നോക്കാം. കാണാൻ പറ്റല്ലോ. ഗേൾസ് പ്ലീസ് മൂവ്. ചേട്ടൻ നമ്മുടെ കളിത്തോടു പ്ലീസ്. ദേവൻ നിന്റെ ടെലിസ്റ്റർ അല്ലത്. അവളാണോ അപ്പൊ പ്രപ്പോസ് ചെയ്യാൻ പോണെ? എല്ലാരും ആയോടാ പരിപാടി തുടങ്ങാൻ? ആയി വെച്ചു, നീ തുടങ്ങിക്കോ. ദേവനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എന്തായാലും തുടങ്ങിയേക്കാം. നിന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നതും ഈ പിള്ളേരെ മൊത്തം വിളിച്ചു കൊണ്ടുവന്നതും ഒരു കാര്യം ഉണ്ടായിട്ടാ. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. കണ്ടപ്പോ എനിക്കിഷ്ടായി. ആൻഡ് ഐ ലവ് യു. ഉറപ്പില്ലേ? No. അതെന്താ നിനക്ക് എന്നെ ഇഷ്ടമില്ലാത്ത? നിനക്ക് ഇഷ്ടമല്ലേ വേണ്ട? ഒരു നൈറ്റ്, ഒരേ ഒരു നൈറ്റ് നീ എന്റെ ഒപ്പം സ്പെൻഡ് ചെയ്താൽ മതി. പന്നി